നമസ്കാരം. കാമുകിയുമായുള്ള ബന്ധം ഭാര്യ അറിഞ്ഞപ്പോൾ കൊലപ്പെടുത്തിയ പഞ്ചാബിലെ ആം ആദ്മി നേതാവ് അറസ്റ്റിൽ. AAP നേതാവും വ്യവസായിയുമായ അനോക് മിത്തലാണ് അറസ്റ്റിലായത്. അനോക്കിന് പുറമെ ഇയാളുടെ കാമുകിയെയും 4 വാടക കൊലയാളികളെയും പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭാര്യയെ ഒഴിവാക്കി കാമുകിക്കൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം. അനോക്കിന്റെ ഭാര്യ ലിപ്സി മിത്തലിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. ലിപ്സിയെ വധിക്കാൻ വാടക കൊലയാളികളെ ഉപയോഗിച്ചുവെന്നാണ് അനോക് മിത്തലിനെതിരെ പോലീസ് ആരോപിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആയുധധാരികളായ കവർച്ചാ സംഘത്തിന്റെ ആക്രമണത്തിൽ ലിപ്സി മിത്തൽ കൊല്ലപ്പെടുന്നത്. ഡിന്നർ പാർട്ടി കഴിഞ്ഞ് ഇരുവരും തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ആക്രമണം നടന്നത്. എന്നാൽ കേസിൽ പോലീസിന് അനോക് നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് ഇതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. വരിയരികിൽ കാർ നിർത്തിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ആയുധധാരികളായ 5 അംഗ സംഘം ആക്രമിക്കുകയും തുടർന്ന് അബോധാവസ്ഥയിലാവുകയും ചെയ്തുവെന്നാണ് അനോക് മൊഴി നൽകിയത്. ബോധം തിരികെ വരുമ്പോൾ തന്റെ ഭാര്യ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്നതായും അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും കണ്ടുവെന്നാണ് അനോക് പറഞ്ഞത്. എന്നാൽ പോലീസ് പിന്നീട് ചോദിച്ച പല കാര്യങ്ങളിലും ഇതുമായി പൊരുത്തപ്പെടുന്ന മറുപടികളല്ല അനോക് നൽകിയത്. ഇതോടെ സംശയം തോന്നിയ അന്വേഷണ സംഘം ഇയാൾ പറഞ്ഞ കവർച്ചാ ശ്രമം എന്ന കഥ വിശ്വസിക്കാൻ തയ്യാറായില്ല. തുടർന്ന് അന്വേഷിച്ച പോലീസിന് അനോക്കിന് ഒരു കാമുകി ഉള്ളതായി മനസ്സിലായി. തുടർന്ന് ആ വഴിക്കുള്ള അന്വേഷണം നടക്കവെയാണ് അനോക്കിന്റെ അവിഹിത ബന്ധം ലിപ്സി അറിഞ്ഞിരുന്നുവെന്ന് പോലീസിന് ബോധ്യമായത്. ഭാര്യയെ ഒഴിവാക്കാൻ നടത്തിയ നാടകമായിരുന്നു ഈ കവർച്ചാ ശ്രമമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കവർച്ചാ ശ്രമത്തിനിടെ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനായാണ് അനോക് ശ്രമിച്ചത്. അനോക്കിന്റെ കാമുകി, വാടക കൊലയാളികളായ അമൃത്പാൽ സിംഗ്, ഗുർബത് സിംഗ്, സോനു സിംഗ്, സഗർദീപ് സിംഗ് തുടങ്ങിയവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യയെ കൊലപ്പെടുത്താൻ വാടക കൊലയാളികൾക്ക് 2.5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞാണ് കരാർ ഉറപ്പിച്ചത്. അഡ്വാൻസായി 50,000 രൂപ നൽകിയെന്നും പോലീസ് പറയുന്നു. 4 മാസം മുൻപാണ് അനോക് AAPയിൽ ചേരുന്നത്. പാർട്ടി MLA അശോക് പരാശർ മുഖേനയാണ് ഇയാൾ AAPയിൽ എത്തുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.